ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുടെ കർശന ഉപാധികളെ തുടർന്ന് ഇറാന് നേരെ ആക്രമണം നടത്താൻ കഴിയാതിരുന്ന ഇസ്രായേൽ അതിൻ്റെ ചൊരുക്ക് തീർത്തിരുന്നത് ലെബനന് നേരെയായിരുന്നു. ലെബനനിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുകയും തലസ്ഥാനമായ ബെയ്റൂത്ത് ഉൾപ്പെടെ പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇസ്രായേലിന് നേരെ ഇറാൻ കനത്ത വ്യോമാക്രമണം നടത്തുന്നത്. ഇന്ന് പുലർച്ചെയോടെ അർദ്ധരാത്രിക്ക് ശേഷം നിരന്തരമായ മിസൈൽ വർഷം തന്നെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ചിരുന്നത്. ഇവയെല്ലാം അയൺ ഡോമുകൾ തകർത്തു എന്ന് പറയുമ്പോഴും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെല്ലവീവും ഹൈഫയും നിന്നു കത്തുന്ന വിധത്തിലുള്ള പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പുറത്തു വരാത്ത സാഹചര്യമുണ്ട്. അവിടെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ കർശനമായ സെൻസറിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ മിസൈലുകൾ വീണ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമുണ്ടായാൽ ആ പരിസരത്തേക്ക് പോലും ആരെയും അടുപ്പിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതായത് ഇപ്പോൾ ഇസ്രായേലിൽ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിലും അവർ പലതും അറിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് പുറത്തു വിടരുത് എന്ന രീതിയിൽ കൃത്യമായ സെൻസർഷിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നതിൻ്റെ കൃത്യമായ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇത്രയും നാൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ സമയങ്ങളിൽ ഇസ്രായേലിലേക്ക് ഇറാൻ നിരന്തരമായി മിസൈലുകൾ അയച്ചിട്ടുണ്ടോ, അതായത് മിസൈൽ വർഷം മഴ പോലെ മിസൈലുകൾ അയച്ചിട്ടുണ്ടോ, ആ സമയങ്ങളിലൊക്കെ ഇസ്രായേലിനുള്ളിൽ ഈ പറയുന്ന മിസൈലുകൾ വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളായ മിസൈലുകൾ അയക്കാനും അവ വിജയത്തിൽ എത്തിച്ച് വലിയ സ്ഫോടനങ്ങൾ നടത്താനുമൊക്കെ നേരത്തെ മുതൽ തന്നെ ഇറാന് കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വാദം ഒരിക്കലും അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രണ്ട് ഘട്ടങ്ങളിലായി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു. അതിനുശേഷം ഈ ഇറാനുള്ളിലേക്ക് ഇസ്രായേൽ അതിശക്തമായി ഭയാനകമെന്ന് വിളിക്കാവുന്ന രീതിയിൽ തന്നെ തിരിച്ചടി നൽകുന്നു. ഇറാൻ്റെ പല നഗരങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനിടയിൽ ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാൻ ഒരു ആക്രമണം കൂടി നടത്തുന്നു. അതോടൊപ്പം സൗദി അറേബ്യയിലേക്കും ആക്രമണങ്ങൾ നടക്കുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന പ്രതീതി വരുന്നു. ഇറാന് നേരെ ശക്തമായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പറയുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും തിരിച്ചടിക്കുമെന്ന് ഇറാനും പറയുന്നു. അങ്ങനെ യുദ്ധം വീണ്ടും അതിരൂക്ഷമാകുമെന്ന പ്രതീതിയായിരുന്നു ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണി വരെ ഉണ്ടായിരുന്നത്. പക്ഷേ പൊടുന്നനെ അമേരിക്കയുടെയും സൗദിയുടെയും കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ ഒന്നിച്ചുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ കൂടി ആ ഇടപെടലിൽ ഉണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ നിരവധി മധ്യസ്ഥ രാജ്യങ്ങളുടെ നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സംയുക്തമായ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ ഇറാൻ ഇനി ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇറാൻ ഭയന്ന് പിന്മാറി, അമേരിക്കയെ പേടിച്ച് ഇറാൻ യുദ്ധം നിർത്തി, ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഇറാൻ തകർന്നു, അതുകൊണ്ട് അവർ പേടിച്ചു പോയി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള നെറേഷൻസും നമ്മുടെ മാധ്യമങ്ങളിൽ, യൂട്യൂബ് ചാനലുകളിൽ, പല വെബ്സൈറ്റുകളിൽ, ഫേസ്ബുക്ക് പേജുകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ ഞങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന് പറയുന്നത് കൃത്യമായ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കൃത്യമായ ഒരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇറാൻ ഇനി ആക്രമിക്കില്ല എന്ന് പറയുന്നത്. BBC-യും അൽ ജസീറയും ഒക്കെ അത് വ്യക്തമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാരണമെന്ന് പറയുന്നത് ഇനി ലെബനാനിലേക്ക് ഒരാക്രമണവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ, അതായത് ഇസ്രായേൽ ലെബനനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്താം എന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഉറപ്പ് നടപ്പാവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ യുദ്ധം നിർത്തൂ അല്ലെങ്കിൽ ആയുധം താഴെ വയ്ക്കൂ എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇറാൻ ഏകപക്ഷീയമായി ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇസ്രായേലിനെ ഭയന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ വിറച്ചുകൊണ്ട് പിന്മാറുകയാണ് എന്നോ ഞങ്ങളെ ഇനി ആക്രമിക്കരുതെന്നോ അല്ല പറയുന്നത്. ലെബനനാണ് വിഷയം. കാരണം ഇസ്രായേലിന് ഇറാന് നേരെ ആക്രമണം നടത്താൻ കഴിയാത്തതിൻ്റെ ദേഷ്യം വല്ലാത്ത രീതിയിലുണ്ട്. അമേരിക്കയാണ് പറഞ്ഞത് ഇറാന് നേരെ ഇനി ആക്രമണം നടത്തരുത്, നടത്തിക്കഴിഞ്ഞാൽ ഹോർമുസിലെ അമേരിക്കൻ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ കത്തിത്തീരും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ 200ഓളം വാണിജ്യ കപ്പലുകൾ തകർക്കാൻ ഇറാൻ തയ്യാറായി നിൽക്കുകയാണ്.
തുടരുകയാണ് എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ 8 രാജ്യങ്ങളിലെ 20ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 2 അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഒമാൻ ഉൾക്കടലിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരേണ്ടി വന്നു ഇറാന്റെ ആക്രമണത്തെ തുടർന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ തീർച്ചയായും തിരിച്ച് ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇറാന്റെ ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഏതാണ്ട് 69ഓളം സിറ്റികളുണ്ട്. അത് പൂർണ്ണമായും വീണ്ടും യുദ്ധത്തിന് സജ്ജമായി എന്നും അവിടേക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി അവിടെ നിന്ന് ഏത് നിമിഷവും ആയുധങ്ങൾ പുറത്തെത്തിക്കാനും അത് എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ കൃത്യമായ മൊബൈൽ ലോഞ്ചിങ് യൂണിറ്റുകൾ ഇറാൻ സജ്ജമാക്കിയതായും ഒക്കെ അമേരിക്കൻ ഇന്റലിജൻസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? ഇസ്രായേൽ ഇറാനിലേക്ക് നേരെ ഒരു ആക്രമണം ഇനിയും നടത്തിയാൽ തീർച്ചയായിട്ടും അതിശക്തമായ പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്കുണ്ടാകും, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുണ്ടാകും. എന്ന് മാത്രമല്ല, ആ ശക്തമായ ആക്രമണങ്ങൾ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളുടെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളും അതുപോലെ ഹോർമുസിലെ കപ്പലുകളും ഒക്കെ വരും. അത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടി വരിക അമേരിക്കയായിരിക്കും. അതുകൊണ്ട് ഇസ്രായേലിനോട് ഒരിക്കലും ഒരു ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് കയറി ആക്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് മനസ്സിലായതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സത്യം പറഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ യുദ്ധം ചെയ്യാതെ നിലനിൽക്കാൻ നെതന്യാഹുവിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പുറത്ത് നെതന്യാഹുവിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായി നിലനിൽക്കുകയാണ്. കാരണം യുദ്ധം ചെയ്യാതിരുന്നാൽ രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നാൽ ഉടൻ തന്നെ പ്രതിപക്ഷം അവിടെ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടും. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന യുദ്ധം കാരണം നിർത്തിവെച്ചിരിക്കുന്ന പ്രോസിക്യൂഷൻ നടപടികൾ, നെതന്യാഹുവിനെതിരെ അവിടുത്തെ സുപ്രീം കോടതിയിൽ നിർത്തിവെച്ചിരിക്കുന്ന പ്രോസിക്യൂഷൻ നടപടികൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെതന്യാഹുവിന് അതായത് ജയിലിൽ പോകേണ്ട സാഹചര്യം വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് എപ്പോഴും യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി, അതായത് ഇറാനെ ആക്രമിക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യം തീർക്കുക, ഒപ്പം യുദ്ധം എപ്പോഴും സജീവമായി നിർത്തുക, വെടിനിർത്തൽ കരാർ നിലവിൽ വരാതിരിക്കുക, ഈ ലക്ഷ്യങ്ങളൊക്കെ കൂടി ഒന്നിച്ച് ഒരൊറ്റ കാര്യത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് ലെബനനെ നിർത്താതെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ലെബനന് നേരെ ഇസ്രായേൽ നടത്തുകയും ലെബനന്റെ പല ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും പിടിച്ചെടുക്കുന്ന വിധത്തിൽ, കരയുദ്ധം സജീവമാക്കുന്ന വിധത്തിലൊക്കെ അവിടേക്ക് സൈനിക വിന്യാസം രൂക്ഷമാക്കുകയും ചെയ്തു ഇസ്രായേൽ. അപ്പോൾ ലെബനനിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ലെബനനിൽ ഉണ്ടാകുന്നു. അവിടുത്തെ നഗരങ്ങൾ, ചെറുനഗരങ്ങൾ കത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് സായുധരായി ഇരച്ചെത്തുന്ന ഒരു കാഴ്ച. അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അവരെന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ്, ഇറാൻ സ്പോൺസേർഡ് ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുന്നത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും പറഞ്ഞുകൊണ്ട് ലെബനനെ ആക്രമിക്കരുത് എന്ന് തുടർച്ചയായി ഇറാൻ ആവശ്യപ്പെടുകയും ലെബനോനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് അമേരിക്കയോട് തീർത്തു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരിക്കലും ലെബനനെ ആക്രമിക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് നിരന്തരമായി പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാൻ കളത്തിലിറങ്ങുകയും ശക്തമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ പ്രത്യാക്രമണങ്ങൾ, അതായത് ഇസ്രായേലും ഇറാനും ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ യുദ്ധമൊന്നും നടത്തിയ ചരിത്രമില്ല. ഏറ്റവും ഒടുവിൽ 13 ദിവസമാണ് ആക്രമണം നടന്നത്. ആദ്യ ദിവസം ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു, പിന്നീടുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്കായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേലിനോട് ഇനി ലെബനനിൽ ആക്രമിക്കരുത് എന്ന് ട്രംപ് പറയുകയും ആ ഉറപ്പിന്മേൽ ഇറാനുമായി ചർച്ച നടത്തുകയും അങ്ങനെ ഇറാനെ ഇപ്പോൾ താൽക്കാലികമായി ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയുമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇനി ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും. ഹൂത്തികൾ ചെങ്കടലിൽ ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹൂത്തികളുടെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലെബനനിലേക്ക് ആക്രമണം നടന്നാൽ ചെങ്കടൽ പൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടികളുമാകും. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് വെടിനിർത്താനുള്ള ഒരു തീരുമാനമുണ്ടായത്. അത് ഇസ്രായേൽ ലെബനനിൽ നിന്ന് പിന്മാറിയതിന് കൂടി അടിസ്ഥാനത്തിലാണ്.